ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പച്ചരിയും കുമ്പളങ്ങയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മടുക്കയില്ല. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തോന്നും. കുമ്പളങ്ങ നമുക്ക് കറി വയ്ക്കാൻ മാത്രമല്ല ഈ ഒരു രീതിയിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഈ ഒരു രീതിയിൽ ചെയ്തു കൊടുത്താൽ. കുമ്പളങ്ങാന്നും തടിയങ്കാന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി മറ്റു സ്ഥലങ്ങളിലൊക്കെ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയുന്ന പേരുകളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇപ്പോൾ ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ പകുതി ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതിലെ ഒരു പകുതിയുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല പോലെ കഴുകിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അരിയൊക്കെ മാറ്റണം. ബാക്കി ഭാഗം ഗ്രേറ്ററിൻ്റെ വലിയ ഹോളിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കവറ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് 3 ഏലക്ക ഇട്ട് കൊടുക്കാം, നല്ലൊരു മണം കിട്ടാനായിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ പാല് നല്ല പോലെ തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കുമ്പളങ്ങ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഓരോരുത്തർക്കും എത്രയാണോ സ്വീറ്റ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കുമ്പളങ്ങയുടെ അളവും കൂട്ടിയെടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു പകുതി കുമ്പളങ്ങ എടുത്തതുകൊണ്ടാണ് ഈ ഒരു കണക്കനുസരിച്ച് ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു പാലിൽ നല്ല പോലെ ഈ ഒരു കുമ്പളങ്ങ വെന്ത് കിട്ടണം. അതുപോലെ ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് നേരം ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ. അതുപോലെ ഞാനിതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പച്ചരി, സാദാ പച്ചരിയാണ്, അതേ കപ്പ് അളവിൽ തന്നെ 2 കപ്പ് വെള്ളം വെച്ചിട്ട് കുക്കറിൽ നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു കുമ്പളങ്ങ വെന്തതിന് ശേഷം ആ ഒരു പച്ചരി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതും കൂടെ ചേർത്ത് നല്ല പോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴും ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുത്ത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് സമയത്ത് വേവിക്കേണ്ട ആവശ്യമില്ല. കുമ്പളങ്ങയും പച്ചരിയും വെന്തതാണ്. അതുകൊണ്ട് തന്നെ ഇനി 1 മിനിറ്റ് നേരം ഇത് രണ്ടും കൂടെ വേവിച്ചാൽ മതി. അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണമെന്നില്ല, അതായത് വിട്ടിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇതൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ശർക്കരയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ അത്യാവശ്യം നല്ല മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് അളവിന് 2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാനായിട്ട് ഞാനിതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 3/4 കപ്പ് വറുത്ത കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. തൊലി കളഞ്ഞ കപ്പലണ്ടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കപ്പലണ്ടിക്ക് പകരം കശുവണ്ടിപ്പരിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ബദാമോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഇതുപോലെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. നെയ്യുടെ ആ ഒരു മണവും കൂടി ആകുമ്പോൾ നമ്മുടെ ഈ ഒരു സ്വീറ്റ് ഭയങ്കര ടേസ്റ്റാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇപ്പോൾ ഇത് നല്ല പോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചൂടോട് കൂടിയോ ചൂടാറിയോ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.